നിങ്ങൾ അറിഞ്ഞോ ഗൈസ്, നമ്മുടെ രേണു സുധി ആത്മഹത്യക്ക് ശ്രമിച്ചു, തൂങ്ങി. ഇന്നിപ്പോൾ വരുന്ന പുതിയ ന്യൂസാണിത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കണം, അത് കോൺട്രവേഴ്സി കൊണ്ട് നിറഞ്ഞു നിൽക്കണമെന്ന് രേണുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതിനായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ രേണു കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു വാർത്തയാണ്, രേണുവിൻ്റെ പെൺ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്തും രേണുവിനെ ഇപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പിന്നെ രേണുവിനെതിരായിട്ട് സംസാരിക്കുന്നു, വീണ്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പെൺ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സുഹൃത്തിനെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് രേണുവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. 2 ദിവസം മുന്നേ ഇയാളുടെ തന്നെ വോയിസ് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് രേണുവിന്റെ അടുത്ത പെൺ സുഹൃത്ത് പറഞ്ഞത് ഞാനാണ് രേണുവിന്റെ എല്ലാ കാര്യങ്ങളും വീഡിയോ ഇട്ടതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു. ഇപ്പൊ ഒരു ആൺ സുഹൃത്ത് വന്ന് പറയുന്നു രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന്. ഇത് ഇനി രേണു പറയിപ്പിക്കുന്നതാണോ എന്ന് അറിയില്ല. രേണുവിന്റെ ചാനലിലൊന്നും ഇതുവരെയും വേറെ എങ്ങും വന്നിട്ടില്ല. രേണുവിന്റെ പെൺസുഹൃത്തുക്കളോ വേറെ ആരും ഈ ഒരു വാർത്ത പറഞ്ഞിട്ടില്ല. ഈ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു, അതിന്റെ കാരണക്കാരൻ കിച്ചു ആണെന്നാണ്. എന്തിനാണ് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത്? കിച്ചു ആയിക്കോട്ടെ, രേണു ആയിക്കോട്ടെ, ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫോൺ കോൾ ഉണ്ട്, അല്ലെങ്കിൽ രേണുവിനെ അടുത്തേക്ക് കിച്ചുവിന് വന്ന് പറയാം. ഇതൊന്നുമല്ലാതെ രേണു പറയുന്നു കിച്ചുവിനോട് പറയാനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ, അതായത് വീഡിയോ ഓൺ ആക്കി വീഡിയോയിലൂടെ പറയുന്നു. അത് അപ്പോൾ കിച്ചുവിനോട് പറയാനാണോ അതോ ജനങ്ങളോട് പറയാനാണോ? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കിച്ചുവിനെ പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ, കിച്ചുവിനോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അത് കിച്ചു ആണോ അറിയുന്നത്? അല്ലല്ലോ, മുഴുവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും അറിയത്തില്ലേ? എന്നിട്ട് പറയുന്നത് എന്തുവാ, ഞാൻ ആരോടും വന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കിച്ചുവിനെ അറിയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ടത്. കിച്ചു അത് കണക്ക് തന്നെ എൻ്റെ അമ്മയുടെ ഞാൻ അമ്മയെ കാണാൻ പോകാത്തത് ഇന്ന കാരണം കൊണ്ടാണ്, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിച്ചും സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുന്നുണ്ട്. ഇവർക്ക് എന്തേ പരസ്പരം ഒരു ഫോൺ കോളിലൂടെയോ അല്ലാതെയോ വന്ന് സംസാരിക്കാൻ പറ്റില്ലേ? ഇവർക്കുള്ളതൊക്കെ വർഷങ്ങൾ തൊട്ട് രേണുവും കിച്ചുമായിട്ടുള്ള ബന്ധങ്ങളല്ലേ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരെയും, ഈ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരെ എല്ലാം അറിയിക്കുന്നത് എന്തിനാണ്? ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ. അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ അറിയിക്കുന്നത് കൊണ്ടല്ലേ നമ്മളെ കണക്കുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും പിന്നെ രേണുവിന്റെ കൂട്ടുകാരികളും നിങ്ങൾ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, രേണു ഈ ഒരു അവസ്ഥയിലായണക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു. രേണു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉള്ളപ്പോൾ പോലും രേണു കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കൂലേ, രേണുവിന്റെ സുഹൃത്തുക്കളെ കൊണ്ട് രേണു ഐസിയുലാന്ന് പറയിപ്പിച്ചു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു. അതേ കണക്ക് തന്നെ ഇപ്പോൾ പുതിയ ന്യൂസ് പറയുന്നു രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ രേണു ഇട്ട വീഡിയോയിൽ രേണു തന്നെ പറയുന്നുണ്ട്, ഋതപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ, ഞാൻ ജീവിക്കും, ഞാനൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും, കാരണം എൻ്റെ മോൻ ഋതപ്പിന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആള് ഇപ്പൊ എങ്ങനെയാണോ എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തോ അറിയില്ല. ഇത് സത്യമാണോ എന്നുള്ളത് പോലും അറിയില്ല. എന്താ നടക്കുന്നത്? രേണു പിന്നെയും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പൊക്കോണ്ടേയിരിക്കുകയാണ്. രേണുവിന് സുഖമില്ല, വളരെ അവശ നിലയിലാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ഇപ്പം അവരുടെ ഇതൊക്കെ ഒപ്പന്തയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുവാണെന്ന് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പം രേണു അങ്ങനെ ചെയ്താൽ പോരെ? കിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ രേണുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ രേണു ഒരു ഫോൺ കോളിലൂടെ കിച്ചുവിനെ വിളിച്ച് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിന്റെ പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും നിന്റെ സ്ഥിതി നീ അറിയുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാതെ നീ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന കാര്യങ്ങൾ ഇടാതിരിക്കുന്നു. ഒരു ഫോൺ കോളിലൂടെ രേണുവിന് പറഞ്ഞാൽ പോരെ കിച്ചുവിനോട്? കിച്ചുവിനും അതേ കണക്ക് തന്നെ, അമ്മ ഞാൻ അമ്മയെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും അമ്മ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അതിന്റെ ആവശ്യം എന്താണ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മുടെ ഇടയിൽ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെയൊക്കെ കൊടുക്കുന്നത്, അവർ നമുക്കിട്ട് തിരിച്ച് പണിയാനായിട്ട്, അതുകൊണ്ട് അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുമെന്ന് കിച്ചുവിനും പറഞ്ഞൂടെ? അതൊന്നും പറയാതെ ഇതിന് തുടക്കം കുറിച്ചത് രേണുവാണേ. രേണു ആദ്യമേ തുടക്കം കുറിച്ച് കിച്ചു എന്നെ കാണാൻ വന്നില്ല, ഈ ഒരു അവശ നിലയിലാണ് ഞാനിപ്പോൾ കിടക്കയിൽ കിടക്കുന്ന എന്നെ രേണു പോലെ കിച്ചു കാണാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് രേണു വന്നേ ആദ്യമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നു. പിന്നെ കിച്ചു അതിന് മറുപടി പറയുന്നു, പിന്നെ കിച്ചുവിന്റെ വീഡിയോക്ക് രേണു മറുപടി പറയുന്നു. എന്താ ഇത്? രേണുവിന്റെ അവസ്ഥ രേണു തന്നെ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ കിച്ചു എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, എന്റെ അവസ്ഥ ഇപ്പം മോശമാണ്, ഞാനൊന്ന് എല്ലാം ഈ അസുഖമൊക്കെ മാറി വരട്ടെ, അവനുള്ള മറുപടി അന്നേരം കൊടുക്കാം എന്ന് രേണു വിചാരിക്കുന്നില്ലല്ലോ. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരോട് പറയിപ്പിക്കണം. അപ്പൊ രേണു സമാധാനമായിട്ടും ശാന്തമായിട്ടും ഇരുന്ന്, രേണുവിന്റെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്, രേണു സമാധാനമായിട്ടിരിക്കണം, ശാന്തമായിട്ടിരിക്കണം, മനസ്സിന് ധൈര്യവും കൊടുത്ത് നല്ല ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു എന്നാ പറയുന്നത്. അത് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ രേണു എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇങ്ങനെയുള്ള കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകണ്ട, കിച്ചു എന്നെ കാണാൻ വരാൻ അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ വരട്ടെ, ഇല്ലെങ്കിൽ അവൻ വരണ്ട, ഞാൻ എന്തായാലും ഈ ഒരു അസുഖം മാറി ഇതിൽ നിന്നും മാറി പുറത്ത് വരട്ടെ, ഈ അസുഖം ഇതിൽ നിന്നും പോട്ടെ, അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലായാലും കിച്ചുവിനോടായാലും മറുപടി പറയാനുള്ളത് പറയാം. ഇപ്പൊ തൽക്കാലം എന്റെ ഇതെന്ന് പറയുന്നത് എന്റെ ഈ അസുഖം മാറിയ
മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇന്ന് രേണുവിന് വിചാരിച്ചൂടെ? അതില്ല. രേണുവിൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് അങ്ങനെ പറയുന്നു ആത്മഹത്യക്ക്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ രേണു ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു എന്നുള്ളത്. എന്താണോ എന്തോ സത്യം. പിന്നെ രേണു നല്ലതല്ല, കിച്ചു നല്ലതല്ല. രേണു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കിച്ചു ചെയ്യുന്നതും നല്ലതല്ല, രേണു ചെയ്യുന്നതും നല്ലതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ശരിയാണോ ഇവർ രണ്ടുപേരും ചെയ്യുന്നത്? അവർ പറയുന്നു അവർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ, അവർക്ക് ഒട്ടും വയ്യ എന്നാ പറയുന്നത്. എന്നാലും എണീറ്റിരുന്ന് കിച്ചുവിനെ ചീത്ത പറയുന്നു, പള്ളു പറയുന്നു. പക്ഷേ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, രേണു ഇപ്പോൾ പറയുന്നത് എന്തുവാ, ഈ രീതിയിൽ രേണുവിൻ്റെ കൂട്ടുകാരികൾ വേറെ ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. രേണു ഇങ്ങനെ, അതായത് സബ്സ്ക്രിപ്ഷനിൽ രേണുവിൻ്റെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി ആ പൈസയിൽ നിന്നും ഒരു ഭാഗം കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്, ആ പൈസയിൽ നിന്നും ഒരു ഭാഗം കിച്ചു കഴിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ കഴിച്ചിട്ട് നീ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം രേണുവിന്റെ കൂട്ടുകാരായാലും രേണുവും പറഞ്ഞതാ. രേണു അന്ന് പറഞ്ഞില്ലായിരുന്നോ, ഞാൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിലൂടെ ഉണ്ടാക്കിയ പൈസ നിനക്കും തന്നിട്ടുണ്ട്, നീയും കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞത് എന്താ, അവന് ഫാസ്റ്റ് ഫുഡേ കഴിക്കാൻ പറ്റൂ, പൈപ്പ് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും പൈപ്പ് വെള്ളം കുടിക്കാതെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാൻ കൊള്ളാമോ? ഇതൊക്കെ രേണു പറഞ്ഞിട്ടായിരിക്കത്തില്ലേ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നത്? അതൊക്കെ പറയാൻ കൊള്ളാമോ? അതൊക്കെ പറഞ്ഞുകൂടാ. ഇപ്പോൾ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഫാസ്റ്റ് ഫുഡിനോടായിരിക്കും കുറേ താല്പര്യം. അത് രേണുവിന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡല്ലേ രേണു കഴിക്കുന്നത്. പിന്നെ അങ്ങനെ രേണു വളർത്തിയ മോൻ വീട്ടിലെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ? ഷൂട്ടിങ്ങിനും അതിനും ഒക്കെ പോകുമ്പോഴത്തേന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ട്, ഇവിടെ പോയി കഴിച്ചിട്ടുണ്ട്. രേണു തന്നെ രേണുവിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ രേണു വളർത്തിയ മോൻ വീട്ടിലെ ഫുഡിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അക്കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ഫുഡ് കഴിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര ആയാലും നിങ്ങൾ നിങ്ങളുടെ മോനായി വളർത്തിക്കൊണ്ട് വന്നു. എൻ്റെ ഇപ്പം ഇപ്പോഴല്ലേ രേണുവിന് കിച്ചു ഒരു അന്യ ഒരാളായില്ലേ. ഇതിന് മുന്നേയൊക്കെ വീഡിയോയിൽ വിളിച്ചിട്ട് ആ മോനെ കിച്ചു പറയടാ, എവിടാടാ, കഴിച്ചോ കുടിച്ചോ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ തന്നെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ രേണു സംസാരിക്കുന്നത്. അന്നൊക്കെ കിച്ചു നല്ല ആളായിരുന്നു. അപ്പോൾ കിച്ചുവിന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്, രേണു സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ഇതല്ലേ. അത് കിച്ചു മറന്നു, രേണു മറന്നു. കഴിച്ച കാര്യങ്ങളും കുടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനായിട്ട് നാണമില്ലേ നിങ്ങൾക്കൊക്കെ? അതും സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് നിങ്ങൾ സംസാരിക്കും. ഈ സോഷ്യൽ മീഡിയ വന്ന് ഈ നാട്ടുകാരെ എല്ലാവരെയും അറിയിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? സത്യമല്ലേ? എനിക്കതാ തോന്നുന്നത്. ഇപ്പൊ ഇന്നത്തെയൊക്കെ വീഡിയോ, ഇപ്പോഴത്തെ രേണുവിൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്കതാ തോന്നുന്നത്. കിച്ചുവും ശരിയല്ല, രേണുവും ശരിയല്ല. രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാശ് ഉണ്ടാക്കാനായിട്ട്, അവരുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട്, അവർ വൈറൽ ആവാൻ വേണ്ടിയിട്ട്, അവർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കോൺട്രവേഴ്സികൾ കൊണ്ടുവന്നിട്ട് കൊടുക്കും. അത് രേണു ആയാലും ശരി, കിച്ചു ആയാലും ശരി. രേണുവിൻ്റെ അവസ്ഥ പോലും മറന്നിട്ടാണ് ഇപ്പോൾ ഓരോരോ കോൺട്രവേഴ്സികളുമായിട്ട് വരുന്നത്. രേണു ആദ്യം നീ നിൻ്റെ അസുഖം മാറ്റിയെടുക്കൂ. അത് കഴിഞ്ഞിട്ട് നീ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനും നീ മറ്റുള്ള കാര്യങ്ങൾക്കും കിച്ചുവിന് മറുപടി കൊടുക്കാനും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കാനും ഒക്കെ നിൽക്കാം. ആദ്യം ചെയ്യേണ്ടത് നിന്റെ അസുഖം, അത് നിന്റെ ശരീരത്തിന് നീ ഇമ്പോർട്ടൻസ് കൊടുക്കും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.